സത്യങ്ങൾ വിളിച്ചു പറയുന്നവൻ്റെ നേരെ വെറുപ്പിൻ്റെ ജ്വാലയും ആളിപ്പടരും എന്നുള്ളതൊരു സത്യമാണ്. സത്യങ്ങൾ വിളിച്ചു പറയാൻ എല്ലാവരും മെനക്കെടാറില്ല. ഞങ്ങളെ സംബന്ധിച്ച് സത്യം പറയാനാണ് ഞങ്ങളെ ദൈവം ആക്കിയിരിക്കുന്നത്. എന്താണ്? ബൈബിൾ പറയുന്നതാണ് സത്യം. യേശു പറഞ്ഞതാണ് സത്യം. എന്താണ് സത്യം? പീലാത്തോസ് പോലും ചോദിച്ചു, എന്താണ് സത്യം? യേശു പറഞ്ഞു, സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ വന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു ഉറപ്പ് പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങാൻ പറഞ്ഞാൽ അത് നീങ്ങുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ഇത് കേട്ടവർക്ക് അത് അതുപോലെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. യേശു വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ യേശുവിന് നേരെയുള്ള വൈരാഗ്യത്തിൻ്റെ, വിരോധത്തിൻ്റെ ആർപ്പുവിളികളായിട്ട് മാറി. എന്നാൽ യേശു സത്യത്തിൽ നിന്ന് ഒരു നിമിഷം പോലും മാറിയില്ല. സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് യേശു എടുത്തു പറഞ്ഞു. മാത്രമല്ല യേശു പറഞ്ഞു, സത്യതൽപരരായവർ എൻ്റെ വചനം കേൾക്കും. എല്ലാവർക്കും സത്യവചനം കേൾക്കാൻ താല്പര്യമില്ല. ഭോഷത്തരം കേൾക്കാൻ, കിഴവിക്കഥകൾ കേൾക്കാൻ തിരിയുന്ന കാലം വരുമെന്ന് പൗലോസ് പറയുകയാണ്. കിഴവിക്കഥകൾ അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിത കഥകൾ, ഇതിലേക്ക് തിരിയുന്ന കാലം വരും. സത്യം വിട്ടിട്ട് മനുഷ്യ നിർമ്മിത കഥകൾ, സിനിമ കാണുന്നത്, സീരിയൽ കാണുന്നത്, ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയാറില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇത് പറയാറില്ല. കാരണം നല്ല കഥകൾ, മനുഷ്യൻ നിർമ്മിച്ച നല്ല കഥകളുണ്ട്, നല്ല അർത്ഥമുള്ള കഥകളുണ്ട്, നല്ല സിനിമകൾ, മൂല്യമുള്ള സിനിമകൾ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഞാൻ കാണുന്നില്ലെങ്കിലും അതിനെ മോശമെന്ന് പറയുന്നില്ല. മൂല്യമുള്ള, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ നല്ല കഥകളുണ്ട്. വളരെ മൂല്യമുള്ള, ഓസ്കോർ അവാർഡ് വരെ പോയ നല്ല മൂല്യമുള്ള കഥകൾ ഉണ്ട്. മനുഷ്യ സമൂഹത്തെ പോലും സ്വാധീനിച്ച പല നല്ല കഥകളുണ്ട്. ഇതെല്ലാം മനുഷ്യ നിർമ്മിതമാണ്. എന്നാൽ യേശു ഒന്നും പുതുതായി നിർമ്മിക്കുന്നില്ല. പിതാവിൽ നിന്ന് കേട്ട സത്യങ്ങളെ വിളിച്ചു പറയുകയാണ്. ഒന്നും നിർമ്മിക്കുന്നില്ല, പുതിയ കഥകൾ ഉണ്ടാക്കുന്നില്ല. യേശു പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് കുറച്ചുകൂടി വ്യക്തമാക്കി. അതാണ് കർത്താവ് ചെയ്തത്. സത്യം സത്യം സംസാരിക്കാൻ യേശു വാ തുറന്നു. വിരോധങ്ങളുണ്ടായി. സത്യത്തെ എല്ലാവരും ചേർന്ന് ക്രൂശിച്ചു. സത്യം മരിച്ചെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു. സത്യത്തെ എല്ലാവരും കൂടി ചേർന്ന് അടക്കി. മൂന്നാം ദിവസം സത്യം വൻ ശക്തിയോടുകൂടി കല്ലറയെ ഭേദിച്ചുകൊണ്ട് പുറത്തു വന്നു. സത്യം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. അതായത് സത്യത്തിന് മരിക്കാൻ കഴിയില്ല. വിശ്വസിക്കാം. സത്യമായും യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന നാം സന്തോഷത്തോടെ ചേർന്ന് വേണം യേശുവിനെ പാടി ആരാധിക്കാൻ. അതിനുള്ള കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആമേൻ. നിന്നെ നിൻമുഖം കാണേണം, നിൻ സ്വരം കേൾക്കണം, നിന്നിൽ ചേർന്നു ജീവിപ്പാൻ നിന്നെ പോലാകേണം.
നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ആ 7-ാം വാക്യത്തിൽ തന്നെ കിടന്നിങ്ങനെ തിരിയുകയാണ്. കാരണം ഓരോ വാക്കുകൾക്കും എത്രയോ അർത്ഥമുണ്ട്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. എന്നാൽ പോകുന്ന റൂട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കർത്താവേ, നീ എങ്ങോട്ട് പോകുന്നു? കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. അപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ഇവൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇവൻ വേറെ അന്യജാതികളുടെ ഇടയിൽ പോയി താമസിക്കാൻ പോകുന്നു. എന്നാൽ ശിഷ്യന്മാരോട് അതിൻ്റെ മർമ്മം പറഞ്ഞു കൊടുത്തു. ഞാൻ പോകുന്നത് ഈ വഴിയാണ്. ഞാൻ മരിക്കും, അടക്കപ്പെടും, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ പിതാവിൻ്റെ അരികിലേക്ക് പോകുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. 7-ാം വാക്യം, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. യേശു തുറന്ന് പറയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. എന്താണ് പ്രയോജനം? ഒന്ന്, നിങ്ങൾ രക്ഷിക്കപ്പെടും, നിങ്ങൾ ദൈവമക്കളായി തീരും, ആദാമ്യ പാപത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും, നിങ്ങൾ പുതിയ സൃഷ്ടികളാകും. മാത്രമല്ല, കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരണമെങ്കിൽ ഞാൻ പോകണം. നിങ്ങളുടെ അനാഥത്വം മാറിപ്പോകും. ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ പരിമിതികളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, കാര്യസ്ഥൻ വന്നാൽ, ഭൂമി മുഴുവനും നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ പരിമിതികൾ, നിങ്ങളുടെ ബൗണ്ടറി എല്ലാം പൊളിഞ്ഞു പോകും. നിങ്ങളുടെ കൂടാരം വലുതാകും. നിങ്ങളുടെ കുറ്റികളെ നിങ്ങൾ ഓരോ രാജ്യത്തിലേക്ക് നീട്ടും. നിങ്ങൾ ശക്തരായി മാറും. നിങ്ങളെ ഉപദ്രവിക്കും തോറും നിങ്ങൾ ശക്തരായി മാറും. നിങ്ങൾ പീഡിപ്പിക്കപ്പെടും തോറും വർദ്ധിച്ചു പെരുകും. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാം, ഇസ്രായേൽ മക്കളെ ഫറവോൻ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ച് വർദ്ധിച്ച് പെരുകി. ഫറവോ ഭയപ്പെട്ടു പോയി, വലിയ സമൂഹമായി മാറി. പീഡിപ്പിക്കും തോറും വർദ്ധിച്ചു. എന്തെല്ലാം ചെയ്താലും, പരിശുദ്ധാത്മാവുള്ള ഒരു കൂട്ടത്തെ എന്തെല്ലാം ചെയ്താലും അവരതിൽ നിന്ന് പുറത്തു വരും. കാരണം യേശു ക്രൂശു മരണത്തിലൂടെ കടന്നുപോയി പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പിതാവിനോട് ചോദിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച പരിശുദ്ധാത്മാവാണ് നമ്മുടെ മേലുള്ളത്. പരിശുദ്ധാത്മാവിന് നമ്മെ വിട്ട് മാറാനും കഴിയില്ല. എന്നേക്കും നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. അവനൊരു തീയായിട്ടാണ് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നത്. കൊടുമുഴക്കത്തോടെ, വലിയൊരു കൊടിയ കാറ്റായിട്ട്, ദ വയലന്റ് വിൻഡ് എന്നാണ്, വരവത് പോലെയാണ്. ശക്തിയോടെയായിരുന്നു. ദേശത്തുള്ളവരെല്ലാം ഓടിക്കൂടത്തക്ക രീതിയിൽ ഒരു കുലുക്കമാണ് അവിടെ ഉണ്ടാക്കിയത്. അതുപോലെയാണ് പരിശുദ്ധാത്മാവ് വന്നത്. യേശുവിൻ്റെ മേൽ പ്രാവെന്ന പോലെയാണ് വന്നതെങ്കിൽ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി യേശു അയച്ച പരിശുദ്ധാത്മാവിൻ്റെ വരവിൻ്റെ വേഗത പതുക്കെയല്ല വന്നത്, പെട്ടെന്ന് ഒരു ഭയങ്കര കുലുക്കത്തോടെയാണ് പരിശുദ്ധാത്മാവ് വന്നത്. ധൃതി കൂട്ടിയാണ് കടന്നു വന്നത്. വളരെ വേഗത്തിൽ, വളരെ ഉത്സാഹത്തോടെ, വളരെ ഉന്മേഷത്തോടെ. പരിശുദ്ധാത്മാവ് വന്നതോടുകൂടി പത്രോസൊക്കെ ഭയങ്കര ഉല്ലാസഭരിതനായി. കളിയാക്കിയിട്ട് അതിനൊന്നും വാളൊന്നും എടുക്കുന്നില്ല. പകരം ഇത് യോവേല് പറഞ്ഞതാണെന്നേ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ആത്മാവിനെ പകരം എല്ലാവർക്കും ഉള്ളതാണെന്ന്. അപ്പൊ സകല ജഡത്തിന്മേലും വരേണ്ട ആത്മാവ് ഓരോ സീസണിലും ഓരോരുത്തരുടെ മേലല്ല ഇപ്പോൾ വരുന്നത്. ഒരു മോശയ്ക്ക് ശേഷം യോശുവ, ഏലിയാവിന് ശേഷം എലീശ, അങ്ങനെയല്ല, സകല ജഡത്തിന്മേലും. നിങ്ങളുടെ പുത്രി പുത്രന്മാർ പ്രവചിക്കും, നിങ്ങളുടെ മക്കളൊക്കെ ദർശനങ്ങൾ കാണും, ദാസിദാസന്മാരെല്ലാം സ്വപ്നങ്ങളും ദർശനങ്ങളും കൃപകളും വരങ്ങൾ കൊണ്ട് എല്ലാവരും ആത്മാവിൽ നിറയും. അന്ത്യകാലം, ഏറ്റവും അപകടമുള്ള കാലം, ജീവിക്കാൻ കഴിയാത്ത കാലം, ഏറ്റവും അനർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞ കാലം,
ടെക്നോളജിയുടെ മറവിൽ പിശാച് അഴിഞ്ഞാടുന്ന കാലം എത്ര ഭയങ്കരമാണ്. ഏതൊക്കെയോ വീഡിയോ ഗെയിം കളിച്ച് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരെ പിശാച് ചതിക്കുന്ന കാലം. ഒത്തിരിയോ ചെറുപ്പക്കാരാ വീഡിയോ ഗെയിം കളിച്ച് കളിയുടെ ഏറ്റവും അവസാനം ഒന്നുകിൽ ആരെങ്കിലും കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ സ്വയം മരിക്കണം. വിവാഹം കഴിച്ച ചെറുപ്പക്കാർ, നന്നായിട്ട് ജോലി ചെയ്യുന്നവർ, ഇവരുടെ എല്ലാം മനസ്സിനെ പിശാച് കൈയടക്കി വീഡിയോ ഗെയിമുകളിലൂടെ. പിള്ളേർക്ക് കളിക്കാൻ കൊടുക്ക്, പിള്ളേരെ ശല്യം ഒഴിവാക്കാൻ കയ്യിലോട്ട് കൊടുക്ക്. ഇടക്കിടക്ക് മാതാപിതാക്കളൊന്ന് എടുത്ത് നോക്ക്, ഇവരെന്താ ഈ കളിക്കുന്നേ? ഓ വീഡിയോ ഗെയിം പാസ്റ്റേ, ബ്രദറെ അതൊരു വീഡിയോ ഗെയിം. നോക്കിയപ്പോൾ കൊമ്പും വാലും പല്ലും നഖവുമുള്ള ഓരോ ജീവികളാണ് ഈ വീഡിയോ ഗെയിമിൽ കിടന്ന് കളിക്കുന്നത്. കൊല്ലുന്ന, ബോംബിടുന്ന, ഓരോരുത്തരെ തലവെട്ടുന്ന, വെടിവെക്കുന്ന കളികളിലൂടെയാണ് തുടങ്ങുന്നത്. പിന്നത്തേതിൽ ഈ പിള്ളേരെ പിടിച്ചാൽ കിട്ടില്ല. നിങ്ങളുടെ 3 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ജനിച്ച നിക്കർ പോലും ഇല്ലാത്ത കുഞ്ഞുവാവകളുടെ കയ്യിൽ നിന്ന് ധൈര്യമായിട്ട് ഈ മൊബൈൽ മേടിക്കാമോ? കിട്ടൂല. ശല്യം പോട്ടെ എന്ന് കരുതി സ്വസ്ഥത കിട്ടാൻ വേണ്ടി കൊടുക്കും. അത് നിങ്ങൾക്ക് നാളെ വിനയാകും. പിശാചിൻ്റെ ഒരു എൻട്രൻസ് ആണെന്ന് ഓർത്തേക്കണം. പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങുണ്ടോ നേരെ വന്നങ്ങോട്ട് വിഴുങ്ങയല്ല, പതുക്കെ അവൻ അറിയാം ഏത് വഴിക്ക് കയറണമെന്ന്. നമ്മുടെ വീട്ടിൽ പാമ്പ് കയറുന്നത് നമ്മൾ അറിയാറില്ല. പാമ്പിന് ചെറിയ ഒരു ദ്വാരം കിട്ടിയാൽ മതി, അവൻ അതിൽ കൂടി തല ഇടാമെങ്കിൽ ഉടലും കയറ്റിയിരിക്കും. ചെറിയൊരു ദ്വാരം മതി, അവൻ പതുങ്ങിയിരിക്കും. അവൻ വരുന്നതും പോകുന്നതും ആരും അറിയില്ല. നമ്മുടെ കൂട്ടായ്മയിലെ ഒരു സഹോദരി കട്ടിലിൻ്റെ താഴെ സൈഡിലുള്ള തറയിലാണ് കിടന്ന് ഉറങ്ങണ. ഇടക്ക് ഒരു ദിവസം പകല് തലയിൽ ഈ ഭർത്താവിൻ്റെ സൈക്കിളിൻ്റെ ടയറാണെന്ന് ഓർത്ത് തലയിൽ വെച്ച് കിടന്നത് വലിയൊരു പാമ്പായിരുന്നു. ഈ പാമ്പിൻ്റെ ദേഹത്ത് തല വെച്ച് കിടന്നിട്ടും ആ സഹോദരിക്ക് ഒന്നും പറ്റിയില്ല. വിഷമുള്ളൊരു പാമ്പ്. അത് ആ സഹോദരി കിടന്നോട്ടെ എന്ന് കരുതി അതവിടെ കിടന്നു. അപ്പോൾ ഈ വീട്ടിൽ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കയറുകയാണ്. ഒരു ദിവസം ഈ സഹോദരി, ഞാൻ ഒരിക്കലും ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, അവർ സാക്ഷ്യം പറഞ്ഞതാണ് നമ്മുടെ 8 മണിക്കൂർ പ്രാർത്ഥനയിൽ ഒരിക്കൽ ആ സഹോദരി സാക്ഷ്യം പറഞ്ഞതാണ്. എല്ലാ ദിവസവും പാമ്പ് കയറി ഇറങ്ങുന്നുണ്ട്, ഏത് വഴി വരുന്നെന്ന് അറിയില്ല. ഒരു ദിവസം വീട്ടിൽ ഒരു മൂലയിൽ ചെന്ന് നോക്കുമ്പോൾ 30 മുട്ടയിരിക്കുന്നു. കോഴിയിട്ട മുട്ടയായിരിക്കും, കുറേ നാളായിട്ട് വന്നിട്ടതായിരിക്കും എന്ന് കരുതി 2-3 ഭരണിയിലാക്കി വെച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ നിറയെ മൂർഖം പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ പത്തി വിടർത്തിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 30 മൂർഖം പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ. ഈ വീട്ടിലാണ് ഈ സഹോദരി ജീവിക്കുന്നത്. എങ്ങനെ വന്ന് കയറുന്നു? ഇതുപോലെയുള്ള ഭീകരമായ അവസ്ഥകളല്ലേ നമ്മുടെ വീടുകൾ. എന്നിട്ടും നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കാവലുള്ളത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നത്. എന്തെല്ലാം അപകടങ്ങൾ. കുട്ടനാട്ടിലൂടെ ഞാനൊരിക്കൽ നടക്കുമ്പോൾ അന്ന് ബാറ്ററി സെല്ലുകൾ ഇടുന്ന ടോർച്ചാണ്. വീട്ടുകാരൻ ആ ടോർച്ച് എനിക്ക് തന്നു. വഴി വരെയും എനിക്ക് പോകണമെങ്കിൽ, വണ്ടിയുടെ അടുത്ത് വരെയും പോകണമെങ്കിൽ ഒരു കൊച്ചു ഇടനാഴിയിലൂടെ ഇരുട്ടത്ത് പോകണം. രാത്രി ഒരു 10-10:30 കുട്ടനാട് ഉൾവഴികളാണ്. അപ്പം ഞാൻ ഇടക്കൊന്ന് ഓണാക്കും, പിന്നെയും കുറേ അടക്കും, ഇടക്കൊന്ന് ഓണാക്കും. പിശുക്കല, വെളിച്ചത്തിനൊരു പിശുക്കൽ. എന്നാൽ എനിക്ക് ഒരു സ്ഥലത്തൊന്ന് വെറുതെ ഒന്ന് അടിക്കാൻ നോക്കി. അടുത്ത കാലെടുത്ത് വെക്കുന്നത് നോക്കുമ്പോൾ വട്ടത്തിൽ ഒരു സംഭവം കിടക്കുന്നു. ടോർച്ചടിച്ച് നോക്കുമ്പോൾ നല്ല മുഴുത്ത ഒരു മൂർഖം പാമ്പ്.
എടുത്ത് വെച്ച കാല് പുറകോട്ടെടുത്തു. അത് അനങ്ങാതെ കിടക്കുക. കടിച്ച പിന്നെ നേരെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇത്തിരി സമയം എടുക്കും. കാരണം കുട്ടനാടിൻ്റെ നടുക്ക. ഇത് കേൾക്കുന്ന പലരും അതിനകത്ത് സാക്ഷികളായിട്ടുള്ളവരിത് കേൾക്കും. പലർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അപ്പോൾ നമ്മൾ അറിയുന്നില്ല. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. പിശാച് എല്ലാ വഴികളിലൂടെയും തകർക്കാൻ നോക്കുമ്പോൾ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ നടത്തുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സകല സത്യത്തിൽ. ഇത് കാര്യസ്ഥനാണ്. ഒരു വീട്ടിലെ കാര്യസ്ഥനെ പോലെ കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യും, നോക്കി നടത്തും. കാര്യസ്ഥൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. ഒരു വീടിൻ്റെ കാര്യങ്ങൾ മുഴുവനും നോക്കി നടത്തും. ഏലിയാസർ അബ്രഹാമിൻ്റെ വീട്ടിലെ കാര്യസ്ഥനാണ്. അബ്രഹാമിൻ്റെ ഏക മകനായ ഇസഹാക്കിൻ്റെ വിവാഹത്തിൻ്റെ കാര്യം ഏലിയാസറിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. പിന്നെ മുഴുവൻ കാര്യങ്ങൾ ഏലിയാസറിൻ്റെ കയ്യിലാണ്. എനിക്ക് ഒരു മകനുണ്ടല്ലോ, അവന് ഇവിടെ നിന്നൊന്നും പെണ്ണ് എടുക്കരുത്, ദൂരെ എൻ്റെ ഫാമിലിയിൽ ചെല്ലണം. ഒരു ദൂതൻ നിനക്ക് മുമ്പായി പോകും. തുടയുടെ കീഴെ കൈവച്ച് സത്യം ചെയ്യിപ്പിച്ച് അബ്രഹാം ഏലിയാസറിനെ പറഞ്ഞു വിടുന്നു. ഏലിയാസർ പോയി റിബേക്കയുമായിട്ട് വരുന്നു. അബ്രഹാം ഒന്നും അറിയുന്നില്ല. ഇസഹാക്ക് നോക്കുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവിക നിയോഗമുള്ള ഒരു യുവതിയെ കൊണ്ട് ഏലിയാസർ വരുന്നു. സകല സത്യത്തിലും വഴി നടത്തുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ്. ഒന്നും അറിയണ്ട, പരിശുദ്ധാത്മാവ് കാര്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. വീടിൻ്റെ കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം എല്ലാം നോക്കി നടത്താൻ കഴിയുന്ന പരിശുദ്ധാത്മാവ്. നമ്മളൊന്നും അറിയണ്ട, എല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യും. യേശുവിന് ഉറപ്പാണ്, പരിശുദ്ധാത്മാവുണ്ടോ നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, എല്ലാ കാര്യങ്ങളും നേരത്തെ 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 കർത്താവ് അറിയിക്കും. കൂടുതൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ നമുക്ക് ശീലിക്കാം. കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തന്നതിനായി നന്ദി. ആ നിയോഗത്തിലും നടത്തിപ്പിലും ശിമയോൻ ആത്മനിയോഗത്തിൽ ആലയത്തിലേക്ക് പരിശുദ്ധാത്മാവിൽ ചെന്ന് വാഗ്ദത്തപ്രകാരം യേശു കുഞ്ഞിനെ കയ്യിലേന്തിയതുപോലെ ആ നിയോഗത്തിൽ കണക്റ്റ് ആകാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തും. ദൈവികമല്ലാത്തത് മാറട്ടെ, ദൈവികമായതെല്ലാം സംഭവിക്കട്ടെ. അതിനായി ഞങ്ങളെ സമർപ്പിക്കും. തിരുകൃപ കൂടെ ഇരിക്കണം. ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നിയോഗങ്ങൾ ഉണ്ടാകട്ടെ. ഫിലിപ്പോസ് മരുഭൂമിയിലേക്ക് പോയി ഒരു ചരിത്രം ചമച്ചതുപോലെ ഈ മക്കളും ദൈവികമായ വഴിയിലൂടെ പോയി വലിയ ചരിത്രങ്ങൾ ചമയ്ക്കട്ടെ. പ്രാർത്ഥിക്കും, അനുഗ്രഹിക്കും, പ്രവചിക്കട്ടെ, വെളിപ്പാടുകൾ കാണട്ടെ, ദർശനങ്ങൾ കാണട്ടെ. സകല ജഡത്തിന്മേൽ ഈ പകർച്ചയുണ്ടാകും. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശുവിനറിയാം എല്ലാ ചോദ്യത്തിനും മറുപടി പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് എഫെസോസിൽ ചെന്ന പൗലോസ് 12 പേരെ കണ്ടപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവ് പൗലോസ് മുഖാന്തരം പ്രാപിച്ചവരെ കൊണ്ട് ആ യേശുയെ കീഴ്മേൽ മറിച്ച ഒരു ചരിത്രമുണ്ടായി, വലിയ ഉണർവുണ്ടായി. അതുപോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കുടുംബമാകട്ടെ, കൂട്ടമാകട്ടെ, നമ്മൾ അതിനായി ഒരുങ്ങാം. ഞായറാഴ്ച നാളെ രാവിലെ 8 മണിക്ക് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു സഭായോഗമുണ്ട്. മാത്രമല്ല പ്രൈസ് ജനറേഷൻ ചർച്ച് ആരംഭിച്ചിട്ട് 12 വർഷം
12ാമത്തെ വാർഷികമാണ്. ഇതൊരു ഷിഫ്റ്റാണ്, ഇതൊരു മിറക്കിളായിരിക്കും, ഇതൊരു മൂവായിരിക്കും എന്ന് ഞാൻ പ്രവചിക്കുന്നു. 12ാമത്തെ വാർഷികത്തോടുകൂടി സഭ അടുത്ത ഘട്ടത്തിലേക്ക് കയറാൻ പോയി. ഈ ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാവരും, നമ്മളെല്ലാവരും ഒരു ഫെലോഷിപ്പിലുള്ളവരാണ്. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. അതുകൊണ്ട് ഈ വാർഷികത്തിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, കടന്നു വരിക. അത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരു സന്തോഷവും അനുഗ്രഹമായിരിക്കും. ഗോഡ് ബ്ലെസ് യു.